ഞാനെപ്പോഴും ഹാബിറ്റിനെ കുറിച്ച് കുറേ റിസർച്ച് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി, വായിച്ചിട്ട് മനസ്സിലാക്കി ശരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വലിയതാക്കുന്നതും ഒപ്പം തന്നെ ഒന്നും അല്ലാതാക്കി തീർക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഹാബിറ്റ് ഈസ് ദ ഫൗണ്ടിങ് സ്റ്റോൺ ഓഫ് സക്സസ്, അല്ലെങ്കിൽ ചേഞ്ച് യുവർ ഹാബിറ്റ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയും. ഒരാളെ ജീവിതത്തെ മാറ്റാൻ തന്നെ ശരിക്കും ഹാബിറ്റുകൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ല പണ്ട് ഈ ചുട്ടയിലെ ശീലം ചുടല വരെയെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ശരിക്കും ഹാബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അത്രയും വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാബിറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്യും. എങ്ങനെ നിങ്ങളൊരു ചോദിച്ച ചോദ്യമാണ് എങ്ങനെ പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ തെറ്റായ ഹാബിറ്റിനെ എങ്ങനെ മാറ്റാൻ സാധിക്കും. അപ്പോൾ എന്നോട് പലരും വന്ന് ചോദിക്കാറുണ്ട്, എനിക്കിങ്ങനെ നന്നാവുന്നൊക്കെ ആഗ്രഹമുണ്ട്, മാറ്റം വരണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ പറയുന്ന ഗ്രോത്തൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ചിലർ പറയും ഞങ്ങൾക്ക് ഒരു നെഗറ്റീവായ ഹാബിറ്റ് ഉണ്ട്, ഇപ്പോൾ പുക വലിക്കുക, മദ്യപിക്കുക, അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓവർ ഈറ്റ് ചെയ്യുക. ഇതൊക്കെ മനുഷ്യർക്ക് ആഗ്രഹമുള്ള കാര്യം, പക്ഷേ പലർക്കും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ടത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വാക്ക് മാത്രമല്ല, ശീലം എന്ന് പറയുന്നത് സയൻസ് കൂടിയാണ്. ശരിക്കും ഈ സയൻസ് മനസ്സിലാക്കി നമുക്ക് ഏത് ഹാബിറ്റും ഉണ്ടാക്കാൻ പറ്റും, ഒപ്പം തെറ്റായ ഹാബിറ്റിനെയും കളയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തെ മൊത്തം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ഹാബിറ്റുകൾ മാറ്റുക. ഈ ഹാബിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പ്രോഗ്രാം ചെയ്യും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസൊക്കെ പ്രോഗ്രാം ചെയ്യും. ആ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ വേണ്ട റിസൾട്ട് അതുണ്ടാകുകയാണ്. അതുപോലെ തന്നെയാണ് ഹാബിറ്റ്. ഈ ഹാബിറ്റിനെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പല ആൾക്കാരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റെവല്യൂഷണറൈസ് ചെയ്ത പുസ്തകമാണ് ജെയിംസ് ക്ലിയറിൻ്റെ ആറ്റോമിക് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ചാൾസ് ഡുഹിഗിൻ്റെ ദ പവർ ഓഫ് ഹാബിറ്റ്. അതുപോലെ മിനി ഹാബിറ്റ്സ്, ടൈനി ഹാബിറ്റ്സ്, സ്റ്റീഫൻ കേസും അതുപോലെ FJ ഫോക്ക് ചെയ്ത പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ശരിക്കും ഈ പുസ്തകത്തിലെല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് തുടങ്ങിയാൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല, ഞാൻ അധികം പ്രവർത്തിക്കുന്ന കുട്ടികളുടെ, പക്ഷേ എനിക്ക് വരുന്ന ക്ലയൻസ് അധികവും മുതിർന്ന ആളുകളാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം പിള്ളേരുടെ പ്രവർത്തിക്കാനാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഹാബിറ്റുകൾ തുടരെ ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ റിസൾട്ട്സ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും നേരത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ആൾക്കാർ പറയും എത്ര നേരത്തെ നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കുമോ അത്രയും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വിവേകാനന്ദൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു 10 പിള്ളേരെ തരൂ, ഞാൻ ലോകത്തെ മാറ്റിമറിക്കാമെന്നുള്ളത്. ശരിക്കും അതിശയോക്തിയുള്ള കാര്യമല്ല അത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അത് ചെയ്യാൻ സാധിച്ച വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ശരിക്കും ഈ ജീവിതത്തിൽ ശീലങ്ങൾ മാറ്റിയെടുത്താൽ തന്നെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വലിയ സക്സസ്സിലേക്ക് മാറും അല്ലേ യഥാർത്ഥത്തിൽ. പക്ഷേ പലപ്പോഴും നമ്മൾ അടുത്ത ദിവസം എൻ്റെ ഈ ശീലം മാറ്റണമെന്ന് തീരുമാനിക്കുകയും പക്ഷേ ആ സമയത്ത് സാധ്യമാകാതെ വരികയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയാണ് പലപ്പോഴും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ടല്ല, എൻ്റെ ശീലങ്ങൾ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ വെല്ലുവിളികളെ എങ്ങനെ നമുക്ക് സമർത്ഥമായിട്ട് നേരിടാൻ പറ്റും എന്നുള്ളതൊരു സംശയമുണ്ട്. ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹാബിറ്റ് മാറ്റിയ ജീവിതം മാറ്റാൻ പറ്റും എന്നുള്ളത്. ഒപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല. പല സ്റ്റഡീസ് പറയുന്നുണ്ട്, ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബർത്ത്ഡേ റെസൊല്യൂഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ന്യൂ ഇയർ ആകുമ്പോൾ ആൾക്കാർ തീരുമാനം എടുക്കും, അതല്ലെങ്കിൽ ബർത്ത്ഡേക്ക് തീരുമാനം എടുക്കും, എൻ്റെ വെയിറ്റ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇത്ര പുസ്തകം വായിക്കണം, ഇത്ര ജോലി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത്രയും രൂപ പൈസ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ തീരുമാനിക്കും. ഈ സ്റ്റഡീസ് പറയുന്നത് ഈ തീരുമാനം എടുക്കുന്നതിൽ 90% ആൾക്കാരും ഇത് അച്ചീവ് ചെയ്യാറില്ല. ഒരു പകുതി ആൾക്കാരും ജനുവരി തീരുമാനം എടുത്താണെങ്കിൽ ജനുവരി ഫെബ്രുവരി ആദ്യം ആകുമ്പോഴത്തേക്കും അവരവരുടെ തീരുമാനത്തെ മറന്നു പോകുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്. നിങ്ങളിതിന് എഴുതി വയ്ക്കുക എന്ന് വിചാരിക്കുക, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് എഴുതി വയ്ക്കുന്നൊരു ശീലം ഉണ്ടെങ്കിൽ 45% ആളുകൾക്ക് നേടാൻ സാധിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് ജേർണലിംഗ് എന്ന് പറയാം, റിഫ്ലക്റ്റിംഗ് എന്ന് പറയാം. ഇതും ഒരു ഹാബിറ്റ് തന്നെയാണ്. 45% ആളുകൾ എഴുതി വെക്കുന്നു, അല്ലെങ്കിൽ എഴുതി വെച്ചവരിൽ 40% ആൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഈ ജേർണലിംഗ് എന്ന് പറയുന്ന ഹാബിറ്റാണ് അവരുടെ ജീവിതത്തെ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. അതായത് മാറ്റണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഓർമ്മയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. അതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യം പവർ ഓഫ് 5 എന്ന പുസ്തകമുണ്ട്. പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ആൾക്കാരാണ് ജാപ്പാനീസിലെ ഓക്കിനാവ ഐലൻഡിലുള്ള ആൾക്കാർ. ഇപ്പോൾ നമ്മൾ ഇക്കിഗായ് എന്ന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഓക്കിനാവ ഐലൻഡിലെ ആൾക്കാരാണ് ഇക്കിഗായ് ഫോളോ ചെയ്യുന്നത്. അവർ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ള ആളുകളാണ് ലോകത്ത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈ 100 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ബീച്ചുകൾ ജോഗ് ചെയ്യുന്നതും സന്തോഷം സംസാരിക്കുന്നതെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ആകുന്നെന്ന് പറയുന്നതിന് കാരണമുണ്ട്. ഇക്കിഗായ് എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറയുന്നത് ഞാൻ എന്തിന് രാവിലെ എഴുന്നേൽക്കണം,
ഇപ്പോൾ ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞൊരു എയർ നൈറ്റിംഗിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. അതിനകത്ത് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകേണ്ടതെന്ന്, എന്തിനാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത്? അപ്പോൾ അതിനകത്ത് 90% ആൾക്കാർക്കും ഉത്തരമില്ല. ഈ ഒക്കിനാവ ഐലൻഡിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആൾക്കാർ അവരോട് ചോദിച്ചത് എന്തിന് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കാരണമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ വൈ എന്നുള്ള കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ഹാബിറ്റിനെ കുറിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ കുറേ ഗോൾസിനെ കുറിച്ച് പറയുകയാണ്. ശരിക്കും എന്തിനാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്, ഞാൻ എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്? അപ്പോൾ ഏറ്റവും ആദ്യം ഈ വൈയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തിന് ഞാൻ ഈ കാര്യം ചെയ്യണം? അല്ലാതെ ചിലപ്പോൾ ചില ആൾക്കാർ എൻ്റെ കൂട്ടുകാർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റവൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അവനെ മറികടക്കണം, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം വന്നു അപ്പോൾ അതുകൊണ്ട് അവൻ്റെ വൈരാഗ്യം തീർക്കണം, അസൂയ, ഇങ്ങനെയൊന്നും അല്ല ഒരു കാര്യത്തെ കാണേണ്ടത്. അപ്പോൾ ഈ ഹാബിറ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു ഈ കീസ്റ്റോൺ ഹാബിറ്റ് ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. ഇപ്പോൾ ജെയിംസ് ക്ലിയർ ആണെങ്കിലും ചാൾസ് ഡുഹിഗ് ആണെങ്കിലും പുസ്തകത്തിൽ കീസ്റ്റോൺ ഹാബിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. ഈ കീസ്റ്റോൺ ഹാബിറ്റാണ് ഏറ്റവും വലിയ ആളാക്കുന്നതും ഏറ്റവും താഴത്തേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ എടുക്കുക, നമ്മളൊരു കെട്ടിടം പണിയാൻ പോവാണ്. കെട്ടിടം പണിയുമ്പോൾ പലരും ചിലപ്പോൾ ഒരു നില പണിയാനായിട്ട് ആഗ്രഹിക്കും. ചിലർ പണിയുമ്പോൾ തന്നെ വിചാരിക്കും ഓക്കെ ഒരു 10 നില കെട്ടിടം പണിയാം. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ് ആക്കി മാറ്റും. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ് കീസ്റ്റോൺ ഹാബിറ്റ്. ഏതെല്ലാം ഹാബിറ്റുകളാണോ ഞാൻ പിന്തുടരേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഞാൻ എന്താ ലക്ഷ്യം കാണുന്നത്, എൻ്റെ പർപ്പസ് എന്താണ്. ഇപ്പോൾ ഒരു കുറേ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു മനുഷ്യനായി നടന്നുപോയി. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? വേറെ ഞാൻ ഇഷ്ടി നിലത്ത് നിങ്ങൾക്ക് കാണാൻ പാടില്ലേ? വേറെ ആൾ ചോദിച്ചു. അപ്പോൾ അത് പറഞ്ഞു, ഞാനൊരു കെട്ടിടം പണിയുക എന്ന് പറഞ്ഞു. മൂന്നാമതാൾ ചോദിച്ചു. അപ്പോൾ അവർ ഐ ആം ബിൽഡിങ് ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന് വേണ്ടി ആലയം പണിയാണ്. ഇപ്പോൾ 3 പേരുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസമാണ്. എനിക്ക് നിങ്ങൾ കണ്ടറിഞ്ഞൂടെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കണ്ടറിഞ്ഞൂടെ എന്ന് ചോദിച്ച ആളെ എന്താണ്, മറ്റേ കെട്ടിടം പണിയാന്ന് പറഞ്ഞ ആളെന്താണ്, ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ആലയം പണിയാന്ന് പറഞ്ഞ ആളെന്താണ്. ഈ പർപ്പസാണ് നമ്മുടെ ഹാബിറ്റിൻ്റെ എഫക്റ്റീവ്നെസ് തീരുമാനിക്കേണ്ട കാര്യം. അപ്പോൾ ഈ പർപ്പസ് കണ്ടുകൊണ്ടാണ് കീസ്റ്റോൺ ഹാബിറ്റ് ഉണ്ടാക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഹാബിറ്റ് ബോത്ത് ഡിസ്ട്രക്ട്സ് ആസ് വെൽ ആസ് ബിൽഡ് ഓർ ബ്രേക്ക്. നല്ല ഹാബിറ്റുകൾ നമ്മളെ വലിയ ആൾക്കാരാക്കും, ചീത്ത ഹാബിറ്റുകൾ നമ്മളെ മോശക്കാരാക്കും. പലപ്പോഴും ചീത്ത ഹാബിറ്റുകൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു അപകടത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ അഡൾട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ അസൂയ ആയിരിക്കാം. ഇവ ടോക്സിക് ആയിട്ടുള്ള 8 ഹാബിറ്റ്സും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഏതെങ്കിലും ഹാബിറ്റുകൾ നമ്മൾ തുടർച്ചയായി പിന്തുടർന്ന് വരുന്നുണ്ടെങ്കിൽ എന്നെങ്കിലും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ക്യാൻസർ ആയിട്ടുള്ള ഹാബിറ്റ്സിനെ മാറ്റുക നമ്മുടെ കീസ്റ്റോൺ ഹാബിറ്റ് ആണെങ്കിൽ. ഇപ്പോൾ ഈ ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ പൊതുവെ സ്കൂളിലൊക്കെ പറയാറുണ്ട്, നമ്മളോട് പറയാറുണ്ട്, തോട്ട്സ് ബിക്കം ആക്ഷൻസ്, ആക്ഷൻ ബിക്കം ഹാബിറ്റ്സ്, ഹാബിറ്റ്സ് ബിക്കം ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഡെസ്റ്റിനി എന്ന് പറയാറുണ്ട്. ശരിക്കും ഇതിനകത്ത് തോട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും വന്നു പോകുന്ന കാര്യമാണ്. പക്ഷേ ഇതിനകത്തുള്ള ആക്ഷൻ പാർട്ടും ഹാബിറ്റ് പാർട്ടും അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഹാബിറ്റുകൾ തുടരെ, അല്ലെങ്കിൽ നമ്മുടെ റൂട്ടീനുകൾ തുടരെ ചെയ്തു വരുമ്പോഴാണ് ഹാബിറ്റായി മാറുന്നത്. ഒരു ഹാബിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഇതിൽ പലപ്പോഴും ജനറ്റിക് സ്വാധീനം, കുടുംബപരമായിട്ടുള്ള സ്വാധീനങ്ങൾ, സാമൂഹിക സ്വാധീനങ്ങളൊക്കെ പലപ്പോഴും ശീലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥയില്ലേ ശരിക്കും? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു പിള്ളേരിൽ ശ്രദ്ധിക്കുന്ന പറയാനുള്ള കാരണം അതാണ്. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പാർട്ട്, ഒരു 40% മനുഷ്യൻ്റെ ഹാബിറ്റുകൾ ഉണ്ടാകുന്നത് വീടുകളിൽ നിന്നാണെന്ന് പറയും. ഒന്ന് ഫാമിലി, കുടുംബാന്തരീക്ഷം. പിന്നെ സ്കൂളുകളിൽ നിന്നൊരു 20-30% ഉണ്ടാകുന്നു. പിന്നീട് കൂട്ടുകാരിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്നു. പിന്നീട് ഒരു 10-20% സെൽഫായിട്ട് നമ്മൾ വായിക്കുന്നു, നമ്മൾ സ്വന്തമായി പഠിക്കുന്നു എന്നെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ഫാമിലി പാർട്ട് വളരെ പ്രധാനപ്പെട്ട റോള് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹാബിറ്റ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ആക്ടിവിറ്റി ആണെങ്കിലും കോൺഷ്യസ് ആക്ടിവിറ്റിയോടെ നമുക്ക് നമ്മുടെ ഹാബിറ്റിനെ മാറ്റാൻ സാധിക്കും. പലപ്പോഴും പലരുടെയും ഹാബിറ്റ് ജനറ്റിക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ദേഷ്യം ഉണ്ടാകുന്ന കുടുംബക്കാർ ദേഷ്യമുള്ള ആൾക്കാരുണ്ടാവും, മാനസിക പ്രശ്നമുള്ള ആൾക്കാർ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മേക്ക് എന്ന് പറയുന്നത്, നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ട് നമ്മുടെ ജെനറ്റിക്സ് ആയിരിക്കും, നമ്മുടെ എൻവയോൺമെൻ്റ് ആണ്, നമ്മുടെ കൂട്ടുകാരാണ്, നമ്മുടെ സമൂഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് അറ്റംപ്റ്റ് സ്വയമായിട്ട് എനിക്ക് ഇന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം, അതുകൊണ്ട് എനിക്ക് ഇന്ന ഹാബിറ്റ് പിന്തുടർന്നാൽ മാത്രമേ എനിക്ക് എത്താൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് എത്രയും നേരത്തെ എത്താൻ സാധിക്കുമോ അന്നാണ് ശരിക്കും
നമ്മൾ മാറ്റം ഉണ്ടാകും. പിന്നെ അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ശരിക്കും ഒരു മനുഷ്യൻ 2 പ്രാവശ്യം ജനിക്കുന്നു പറയുന്നത്. മാൻ ഫോർ പീപ്പിൾ ബോൺ ഇൻ 2 times. ഫസ്റ്റ് റിയലി അവിടെ ബയോളജിക്കൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. രണ്ടാമത്തെ പറയുന്നത് ദ ഡേ വി റിയലൈസ് വൈ വി ആർ ഇൻ ദിസ് വേൾഡ്. എൻ്റെ പർപ്പസ് തിരിച്ചറിയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിൻ്റെ കാരണം ഇതാണല്ലോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതാനുഭവം പറഞ്ഞാൽ ഞാൻ 7ാം ക്ലാസ് വരെ എനിക്ക് 0 മാർക്കായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 0, ഏറ്റവും കൂടിയ 2 മാർക്ക്. കോപ്പി അടിക്കുക, പിള്ളേരെ ഉപദ്രവിക്കുക, സാറന്മാരെ ചീത്ത വിളിക്കുക, ഇതൊക്കെ ശീലമായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ് എത്തിയപ്പോൾ ഒരു ടീച്ചർ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ഇങ്ങനെ പോയാലാണോ നിൻ്റെ ജീവിതം എന്താവും എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ആ ടീച്ചർ പ്രിൻസിപ്പൽ എന്നെ ക്ലാസ് റൂമിലേക്ക് ഓഫീസിൽ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു, ഇത് ശരിയായ കാര്യമാണല്ലോ. അതിന് മുമ്പുള്ള ആൾക്കാരൊക്കെ എന്നെ വഴക്ക് പറയുകയും കളിയാക്കുകയും അടിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ അന്നൊന്നും ഞാൻ ഡെസ്പറേറ്റായി പോവാണ്, എനിക്കിത് മനസ്സിലാക്കാൻ പറ്റണില്ല. എന്തിനാ അവർ അടിക്കുന്നത്? പഠിക്കുന്നത് തന്നെ അടി കിട്ടാനില്ലെങ്കിൽ ഒരു കുഴപ്പമെന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ആരെങ്കിലും ഉപദ്രവിച്ചില്ലെങ്കിൽ കുഴപ്പമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരെങ്കിലും എന്നെ ചീത്ത വിളിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമെന്ന രീതിയിൽ എൻ്റെ ഹാബിറ്റ് അങ്ങനെയായിപ്പോയി. അപ്പോൾ ഈ ടീച്ചർ ഇത് പറഞ്ഞ സമയം ഞാൻ ചിന്തിച്ചു, എൻ്റെ പർപ്പസ് എന്തെങ്കിലും വ്യത്യാസമാണെന്നല്ലോ. ആ സെയിം ഡേ എൻ്റെ ജീവിതത്തെ 2ആയിട്ട്, ദ ഡേ റിയലൈസ് വൈ ആം ഇൻ ദിസ് വേൾഡ്, ഐ ഷുഡ് ഫൈൻഡ് എ പർപ്പസ്, ഇക്കിഗായ് എന്താണെന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് ജീവിതത്തിൽ പുതിയ ഹാബിറ്റിൽ അന്ന് തീരുമാനിച്ചു. ഇപ്പോൾ 7ാം ക്ലാസ് മുതൽ എഴുന്നേൽക്കുന്ന 4 മണിക്ക് ആക്കുന്നു, വായിക്കുന്ന പുസ്തകങ്ങൾ, ഇടപെടുന്ന കൂട്ടുകാർ, ലക്ഷ്യം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഹാബിറ്റുകളെ സ്ട്രോങ് ആക്കാനും അന്ന് വ്യത്യാസപ്പെടുത്താൻ സാധിച്ചു. അപ്പം അന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പർപ്പസ് ഉണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ വൈ ഉണ്ട്, എനിക്ക് മാറണം, എനിക്കൊരു നിലയിൽ എത്തണം എന്നുള്ള ചിന്ത വൈ ഉണ്ട്, പക്ഷെ വാട്ട് ഹൗ ഒന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, ഇപ്പോൾ ഇൻ്റലിജൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എക്സ്പോഷർ വെച്ച് നോക്കിയാലൊക്കെ നമ്മൾ സാധാരണയായിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷെ അന്നൊരു വലിയ പർപ്പസ് കിട്ടി. ആ പർപ്പസിലൂടെ ഒരു കീസ്റ്റോൺ ഹാബിറ്റ് കണ്ടെത്താനായിട്ട് ഞാൻ തീരുമാനിച്ചു. ആ കീസ്റ്റോൺ ഹാബിറ്റിലാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഡയറക്ഷനിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് സഹായിച്ചത്. അപ്പോൾ ഒരിക്കലും നമ്മൾ പലരും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് ചിന്തിക്കും, ഇത് എങ്ങനെ സാധിക്കും, ഈ ലക്ഷ്യം എനിക്ക് എത്താൻ സാധിക്കില്ലല്ലോ, ഹൗ, ഇതെങ്ങനെ സാധിക്കും, പിന്നെ വിചാരിക്കും വാട്ട്, എന്താണെന്ന് ആലോചിക്കും, പിന്നെ വേറെ ഹൗ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുമോ? എന്തിനാണ്? നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹം, നിങ്ങൾക്ക് IAS കിട്ടണമെന്ന് ആഗ്രഹം, രാഷ്ട്രീയക്കാരനാകുന്ന ആഗ്രഹം, സമാധാനം വേണമെന്ന് ആഗ്രഹം, എന്തിനാണ്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചുള്ള ഹാബിറ്റുകൾ ഉണ്ടാക്കാനും മാറ്റം വരുത്താൻ സാധിക്കും. ഹാബിറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തെ കണ്ടിന്യൂസ്, റിപ്പീറ്റഡ്, ഡിസിപ്ലിൻഡ് ആക്ഷൻ, ഈ 4 കാര്യം ഉണ്ടാകുമ്പോഴാണ് ആ ഹാബിറ്റായി മാറുന്നത്. ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചു, ഇപ്പോൾ പണക്കാരനാകാൻ ആഗ്രഹിക്കുന്ന ആൾ ഒരിക്കലും ഒരു ജോലിക്കാരന് പണക്കാരനാകാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് സാധാരണ രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് പണക്കാരനാകാൻ സാധിക്കില്ല. ഒന്നുകിൽ ഇൻവെസ്റ്റർ ആകണം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഹാബിറ്റ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഹാബിറ്റ് തന്നെയാണ്. അപ്പോൾ ഈ കാര്യത്തെ തുടർച്ചയായി ചെയ്യണം. ഇപ്പോൾ പണക്കാരാണെങ്കിൽ ഒരു 2-3 വഴിയുണ്ട്, അല്ലെങ്കിൽ 7 വഴികളുണ്ട്. ആ 7 വഴികൾ തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, റിപ്പീറ്റഡായിട്ട് ചെയ്യണം. എന്നുവെച്ചാൽ ഇന്ന് ചെയ്യുന്ന കാര്യം നാളെ ചെയ്യണം, പിറ്റേ ദിവസവും ചെയ്യണം, അതിന് പിറ്റേ ദിവസവും ചെയ്യണം, മാറ്റിക്കൊണ്ടിരിക്കാൻ പാടില്ല. അതിനാണ് ഡിസിപ്ലിനും ആക്ഷനും ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഹാബിറ്റിനകത്ത് ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും ഒരു ലോങ് ടൈം ഡെഡിക്കേഷൻ ആവശ്യമാണ്. ശരിക്കും ഒരു അടിസ്ഥാന തലത്തിൽ മാറ്റിയെടുക്കണമെങ്കിൽ ഞാൻ പറയും 3 കാര്യം വേണമെന്ന് പറയും വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എത്തണമെങ്കിൽ. 1 ഹാബിറ്റ്, 2 ഫോക്കസ്, 3 കൺസിസ്റ്റൻസി. ഈ ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലക്ഷ്യം വേണം, നിങ്ങൾക്ക് ഏറ്റവും വലിയ പണക്കാരനാകാൻ ആഗ്രഹം, അല്ലെങ്കിൽ സിനിമ ആർട്ടിസ്റ്റ് ആകാൻ ആഗ്രഹം, അതല്ലെങ്കിൽ വലിയൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ IAS ഓഫീസർ ആകാൻ ആഗ്രഹം. അപ്പോൾ അതിന് എന്തൊക്കെ ഹാബിറ്റ് വേണം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. 2 ഫോക്കസ്. ഇങ്ങനെ നോക്കിയാൽ പിന്നെ അങ്ങോട്ടേക്ക് മാത്രമേ നോക്കാവുള്ളൂ. ഹാബിറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് കറൻസി, അല്ലെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് എന്നൊക്കെ പറയും. അങ്ങോട്ടാണ് നോക്കുക. 3ാമത്തെ കാര്യമാണ് ഈ ഹാബിറ്റ് കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്യുക. അത് അങ്ങനെ ഫോളോ ചെയ്താൽ ഐഡിയലി പറയുന്നത് 21 ദിവസം മുതൽ 66 ദിവസം വരെ ഒരു കാര്യം ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മുഖം കഴുകുന്നു, കുളിക്കുന്നു, ഇതാരെങ്കിലും പ്രത്യേകിച്ച് പുഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മുടെ ഹാബിറ്റ്. അതുകൊണ്ട് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു കോൺഷ്യസ് ആക്റ്റീവ്, അൺകോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകമുണ്ട്, നെപ്പോളിയൻ ഹില്ലിൻ്റെ. ആ പുസ്തകത്തെ അത് വായിക്കുമ്പോൾ പറയാൻ സാധിക്കും, ഒരു ആളുടെ ബ്രെയിൻ ഡെത്തായ ഒരാൾ,
ബ്രെയിൻ ഡെത്ത് എന്ന് വെച്ചാൽ അയാളുടെ മറവി എന്നെല്ലാം മറന്നുപോയി. പക്ഷെ ചെറുപ്പം മുതൽ ചെയ്ത കാര്യം അദ്ദേഹം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് റിമൈൻഡർ ഒന്നും വേണ്ട. അപ്പം അതിലൂടെയാണ് ഈ ചിന്തകളെന്നാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് നെപ്പോളിയൻ ഹില്ലിൻ്റെ പുസ്തകം ലോക പ്രശസ്തമായി മാറിയത്. ചിന്തകളിലൂടെ ഹാബിറ്റുകളിലൂടെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ വന്നത്.